വാർത്തകൾ തുടരുന്നു. 11-കാരിയെ പീഡിപ്പിച്ച കേസിൽ മധ്യവയസ്കനെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. ഇടുക്കി അടിമാലി സ്വദേശി ഇറവക്കൽ ഏലിയാസിനെയാണ് SI TG ദിലീപും സംഘവും അറസ്റ്റ് ചെയ്തത്. ജോലിക്കായി ഇരിങ്ങാലക്കുടയിൽ താമസമാക്കിയ ഏലിയാസ് അയൽവാസിയായ പെൺകുട്ടിയെ നിരവധി തവണ പീഡിപ്പിച്ചതായാണ് പരാതി. കുട്ടിയുടെ അമ്മ നൽകിയ പരാതിയെ തുടർന്നാണ് അറസ്റ്റ്. സീനിയർ CPO ജോസഫ്, വനിതാ CPOമാരായ മിനി, അപർണ എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. കാളമുറി ബീച്ച് റോഡിൽ ഗതാഗതം മുടക്കിയിരുന്ന തടസ്സങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ നീക്കം ചെയ്തു. കാന നിർമ്മിക്കാനായി 2 മാസമായി വെട്ടിപ്പൊളിച്ചിട്ടിരുന്ന റോഡ് ശനിയാഴ്ച ഉച്ചയോടെ പഴയ സ്ഥിതിയിലാക്കുമെന്ന് കമ്മിറ്റി അംഗങ്ങൾ പഞ്ചായത്തിന് വാക്ക് നൽകിയിരുന്നു. ഇതനുസരിച്ച് പ്രസിഡന്റ് നൽകിയ ഉറപ്പിനെ തുടർന്നാണ് 5 ദിവസമായി കാളമുറിയിൽ സോഷ്യലിസ്റ്റ് ജനത നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചത്. എന്നാൽ ശനിയാഴ്ച 11 മണിയോടെ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലത്തെത്തിയപ്പോൾ 2 ജോലിക്കാരെ വെച്ച് മന്ദഗതിയിലായിരുന്നു റോഡ് വെട്ടിപ്പൊളിച്ച സ്ഥലത്ത് ജോലികൾ നടന്നിരുന്നത്. എന്നാൽ പണി പൂർത്തിയാക്കാൻ ഇനിയും ദിവസങ്ങളെടുക്കുമെന്ന് മനസ്സിലാക്കിയ പ്രസിഡന്റ് മറ്റു ഭരണസമിതി അംഗങ്ങളെ വിളിച്ചു വരുത്തുകയായിരുന്നു. തുടർന്ന് JCB കൊണ്ടുവന്ന് ഇവരുടെ നേതൃത്വത്തിൽ ഗതാഗതം മുടങ്ങിക്കിടന്നിരുന്ന റോഡ് പൂർവ്വസ്ഥിതിയിലാക്കുകയും ചെയ്തു. മഹിളാ അസോസിയേഷൻ നാട്ടിക പഞ്ചായത്ത് വിധവ കൺവെൻഷൻ CPIM നാട്ടിക ഏരിയ കമ്മിറ്റി ഓഫീസിൽ നടന്നു. മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി മഞ്ജുള അരുണൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. VP ഷൈന അധ്യക്ഷയായിരുന്നു. രജനി ബാബു, സത്യഭാമ ജയബാലൻ, ജെമിനി സദാനന്ദൻ എന്നിവർ സംസാരിച്ചു. മഹിളാ അസോസിയേഷൻ വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി വിധവ കൺവെൻഷൻ മായ കോളേജിൽ നടന്നു. മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി മഞ്ജുള അരുണൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് തുളസി സന്തോഷ് അധ്യക്ഷയായി. വലപ്പാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബീന അജയ് ഘോഷ് മുഖ്യാതിഥിയായി. പുതിയ ഭാരവാഹികളായി അജിത സുഗതൻ പ്രസിഡന്റായും ജയഭാരതി അരവീട്ടിലിനെ സെക്രട്ടറിയായും തിരഞ്ഞെടുത്തു. ചന്ദ്രാപിന്നി 17 ശ്രീ സുബ്രഹ്മണ്യ പരമേശ്വര ശാസ്താ ക്ഷേത്രത്തിൽ ഷഷ്ടി മഹോത്സവം ആഘോഷിച്ചു. രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം ശീവേലി നടന്നു. തുടർന്ന് ശിങ്കാരിമേളത്തിന്റെയും നാഗസ്വരത്തിന്റെയും അകമ്പടിയോടെ പേലിക്കാവടികളും പൂക്കാവടികളും നിറഞ്ഞാടി. വൈകിട്ട് നടന്ന പകൽപൂരത്തിൽ 3 ഗജവീരന്മാർ അണിനിരന്നു. എടതിരിഞ്ഞിയിൽ ബൈക്കിൽ ബസ്സിടിച്ച് യുവാവിന് പരിക്കേറ്റു. കയ്പമംഗലം കാളമുറി സ്വദേശി ചക്കനാത്ത് വീട്ടിൽ സുനിലിനാണ് പരിക്കേറ്റത്. ഇയാളെ പെരിഞ്ഞനം ലൈഫ് ഗാർഡ് പ്രവർത്തകർ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നുച്ചയ്ക്ക് 12 മണിയോടെയായിരുന്നു അപകടം. ചരമവാർത്തകൾ. കയ്പമംഗലം പുത്തൻപള്ളി മഹല്ല് മുക്രി തേപ്പറമ്പിൽ ബീരാൻ കുഞ്ഞി നിര്യാതനായി. 86 വയസ്സായിരുന്നു. ഫാത്തിമയാണ് ഭാര്യ. നബീസ, സിദ്ദിഖ്, റുക്കിയ, സീനത്ത്, റസിയ, മൈമൂനത്ത്, ഐഷാബി, സെഫിയ, മുഹമ്മദ് എന്നിവർ മക്കളും. മുഹമ്മദ്, സഫിയ, ഹക്കീം, റഹീം, ജാബിർ, ഇബ്രാഹിം, ഷിയാദ്, ഷാനവാസ്, സ്മിത എന്നിവർ മരുമക്കളുമാണ്. കയ്പമംഗലം ചളിങ്ങാട് പുത്തൂര് വേലുണ്ണിയുടെ മകൻ മനോഹരൻ നിര്യാതനായി. 65 വയസ്സായിരുന്നു. പരേതയായ ശാന്തയാണ് ഭാര്യ. മധു, മഞ്ജു എന്നിവർ മക്കളും. സന്തോഷ്, മഞ്ജു എന്നിവർ മരുമക്കളുമാണ്. സംസ്കാരം തിങ്കളാഴ്ച രാവിലെ 10-ന് വീട്ടുവളപ്പിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിന് സമീപം വിൽപ്പനയ്ക്കായി കൊണ്ടുവന്ന 250 ഗ്രാം കഞ്ചാവ് എക്സൈസ് പിടികൂടി. കൊടുങ്ങല്ലൂർ എറിയാട് മഞ്ഞളിപ്പള്ളിക്ക് സമീപം വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന കാർ കത്തിനശിച്ചു. 11 വയസ്സുകാരിയെ പീഡിപ്പിച്ച കേസിൽ മധ്യവയസ്കനെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തു. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.